ഹലോ ഫ്രണ്ട്സ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ IT ആൻഡ് സൈബർ ലോയിലെ 5 പ്രീവിയസ് ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടി കാണുക. നമ്മൾ അതിൻ്റെ ബാലൻസ് കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമാണ് നമ്മൾ ഇനി ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ചാൾസ് ബാബേജ്, അലൻ ട്യൂറിംഗ്, സെയ്മൂർ ക്രേ, ഹെൻറി എഡ്വേർഡ് റോബോട്ട്. നമുക്കെല്ലാം അറിയാം, കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ചാൾസ് ബാബേജ് ആണ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ചാൾസ് ബാബേജ് ആണ്. എന്നാൽ മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അലൻ ട്യൂറിംഗ് ആണ്. മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അലൻ ട്യൂറിംഗ് ആണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാലും ആരാണ്? അലൻ ട്യൂറിംഗ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ചാൾസ് ബാബേജ്, മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അലൻ ട്യൂറിംഗ്, കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? അലൻ ട്യൂറിംഗ് ആണ്. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സെയ്മൂർ ക്രേ ആണ്. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സെയ്മൂർ ക്രേ ആണ്. പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഹെൻറി എഡ്വേർഡ് റോബോട്ട് ആണ്. എല്ലാ കമ്പ്യൂട്ടറിൻ്റെ പിതാക്കന്മാരാണ്, തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ചാൾസ് ബാബേജ്. മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അലൻ ട്യൂറിംഗ്. അതോടൊപ്പം ഓർത്ത് വെക്കുക, കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? അലൻ ട്യൂറിംഗ് ആണ്. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ സെയ്മൂർ ക്രേയും, പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഹെൻറി എഡ്വേർഡ് റോബോട്ടുമാണ്. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാ? സെയ്മൂർ ക്രേ. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നാണ് ചോദ്യമെങ്കിൽ വിജയ് പി പട്കർ ആണ്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് വിജയ് പി പട്കറും, സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നാണ് ചോദ്യമെങ്കിൽ സെയ്മൂർ ക്രേയുമാണ്. ഓക്കെ ആണല്ലോ. അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കുക. വെൻ IT Act 2000 ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ്. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടി ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? IT Act 2000 ആണ്. ഇന്ത്യയിൽ നിലവിലുള്ള IT Act ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? IT Act 2000 ആണ്. അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമാണ് PSC ചോദിച്ചിട്ടുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. IT Act കെയിം ഇൻ ടു ഫോഴ്സ്. IT Act 2000 നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2000 ഒക്ടോബർ 17-നാണ്. IT Act നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2000 ഒക്ടോബർ 17-ആണ്. എന്നാൽ അതിനു മുമ്പ് പാർലമെന്റ് പാസ്സാക്കണം. അതെന്നാണെന്ന് ചോദിച്ചാൽ 2000 ജൂൺ 9 പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ്? 2000 ജൂൺ 9. നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17. IT Act ഭേദഗതി ചെയ്തിട്ടുണ്ട്. IT Act ഭേദഗതി ചെയ്ത അല്ലെങ്കിൽ അമെൻമെന്റ് ചെയ്ത വർഷം 2008 ആണ്. അത് പാർലമെന്റ് പാസ്സാക്കിയത് 2008 ഡിസംബർ 23-നും. അത് നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2009 ഒക്ടോബർ 27-മാണ്. തിരിഞ്ഞു പോകല്ലേ. IT Act 2000 നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17-ഉം IT Act അമെൻമെന്റ് ആക്ട് നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27-മാണ്. IT Act അമെൻഡ് ചെയ്ത് എന്നാണ്? 2008 ഡിസംബർ 23. അതുപോലെ തന്നെ ചോദിച്ച ഒരു ചോദ്യമാണ് IT Act 2000 നിലവിൽ വന്ന എന്നാ? 2000 ഒക്ടോബർ 17. ആ IT Actൽ 13 ചാപ്റ്ററുകളും 94 സെക്ഷനുകളും 4 ഷെഡ്യൂളുകളുമാണ് ഉള്ളത്. IT Act 2000-ൽ 13 ചാപ്റ്ററുകൾ, 94 സെക്ഷനുകൾ, 4 ഷെഡ്യൂളുകൾ. എന്നാൽ പിന്നെ 2008-ൽ അത് ഭേദഗതി ചെയ്തു. അപ്പോൾ 13 ചാപ്റ്റർ എന്നുള്ളത് എന്തോ ആയിട്ട് മാറി? 2008 13 ചാപ്റ്റർ എന്നുള്ളത്
14 ചാപ്റ്ററായി. 94 സെക്ഷൻ എന്നുള്ളത് 124 സെക്ഷനായി. 4 ഷെഡ്യൂളുകൾ എന്നുള്ളത് 2 ഷെഡ്യൂളുകളായിട്ട് മാറി. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് 14 ചാപ്റ്ററുകളും 124 സെക്ഷനുകളും 2 ഷെഡ്യൂളുകളുമാണ്. അപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള IT ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ IT ആക്ട് 2000. അത് നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17. അമെൻമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ 2008 ഡിസംബർ 23. ആ അമെൻമെന്റ് നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27. നമുക്കിനി അടുത്ത ചോദ്യം പഠിക്കാം. അടുത്ത ചോദ്യം, ദ മോസ്റ്റ് കോമൺ കമ്പ്യൂട്ടർ ഇൻപുട്ട് ഡിവൈസ്. നമ്മൾ ഇൻപുട്ടിനെ ഔട്ട്പുട്ടിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇൻപുട്ട് ഉപകരണം ഏതാണെന്നാണ് ചോദ്യം. പ്രിന്റർ, മോണിറ്റർ, കീബോർഡ്, സ്പീക്കർ. പ്രിന്റർ നമുക്കറിയാം ഔട്ട്പുട്ടാണ്, മോണിറ്റർ നമുക്കറിയാം ഔട്ട്പുട്ടാണ്, സ്പീക്കർ നമുക്കറിയാം ഔട്ട്പുട്ടാണ്. ഇവിടെ ചോദ്യം ഇൻപുട്ടാണ്. ഇൻപുട്ട് ഉപകരണം ഇതിലേതാണ്? കീബോർഡാണ്. കീബോർഡുമായി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള PSC പരീക്ഷയ്ക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് പറയുന്നത്. കീബോർഡിൽ ആകെ ഫങ്ഷണൽ കീകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 12 ആണ്. കീബോർഡിൽ ആകെ ഫങ്ഷണൽ കീകളുടെ എണ്ണം എത്രയാണ്? 12 ആണ്. F1 മുതൽ F12 വരെയാണ് ഫങ്ഷണൽ കീകൾ. അപ്പോൾ കീബോർഡിലെ ഫങ്ഷണൽ കീകളുടെ എണ്ണം എത്രയാണ്? 12. പ്രൈമറി ഇൻപുട്ട് ഡിവൈസ്, കമ്പ്യൂട്ടറിലെ പ്രാഥമിക ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കീബോർഡ് തന്നെയാണ്. അപ്പോൾ കീബോർഡിലെ ഫങ്ഷണൽ കീകളുടെ എണ്ണം എത്രയാണ്? 12. കീബോർഡിലെ ഏറ്റവും വലിയ കീ, ലാർജസ്റ്റ് കീ, ഏറ്റവും വലിയ കീ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്പേസ് ബാർ ആണ്. കമ്പ്യൂട്ടറിലെ കീബോർഡിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കീ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്പേസ് ബാർ ആണ്. അതുപോലെ തന്നെ PSC ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, കീബോർഡിൽ ഇടത്തെ അറ്റത്ത് ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന കീ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? എസ്കേപ്പ് കീ ആണ്. കമ്പ്യൂട്ടർ കീബോർഡിൽ ഇടത്തെ അറ്റത്ത് ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന കീ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? എസ്കേപ്പ് കീ ആണ്. കീബോർഡ് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്റ്റഫർ ഷൂൾസ് ആണ്. കീബോർഡ് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ക്രിസ്റ്റഫർ ഷൂൾസ് ആണ്. അതുപോലെ തന്നെ PSC ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, 3 ഫിംഗർ സല്യൂട്ട് എന്നറിയപ്പെടുന്ന കീ ഏതാണെന്ന് ചോദിച്ചാൽ കൺട്രോൾ ഓൾട്ട് ഡിലീറ്റ് ആണ്. 3 ഫിംഗർ സല്യൂട്ട് എന്നറിയപ്പെടുന്ന കീബോർഡിലെ കീ ഏതാണെന്ന് ചോദിച്ചാൽ കൺട്രോൾ ഓൾട്ട് ഡിലീറ്റ് ആണ്. അടുത്ത നമ്മൾ പഠിക്കുന്നത് മൗസിനെ പറ്റിയാണ്. മൗസും എന്താണ്? ഒരു ഇൻപുട്ട് ഉപകരണമാണ്. മൗസ് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ഡഗ്ലസ് എംഗൽബർട്ട് ആണ്. മൗസ് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഡഗ്ലസ് എംഗൽബർട്ട് ആണ്. മൗസിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ മിക്കിയാണ്. കമ്പ്യൂട്ടർ മൗസിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മിക്കിയാണ്. അതുപോലെ തന്നെ മൗസ് ആദ്യമായി പുറത്തിറക്കിയ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സിറോക്സ് ആണ്. കമ്പ്യൂട്ടർ മൗസ് ആദ്യമായി പുറത്തിറക്കിയ കമ്പനി ഏതാണ്? സിറോക്സ് ആണ്. കമ്പ്യൂട്ടർ മൗസ് പോലെ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ടച്ച് പാഡ്. ലാപ്ടോപ്പിൽ മൗസിന് പകരമായി ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ടച്ച് പാഡ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മോണിറ്ററിനെ പറ്റിയാണ്. മോണിറ്റർ എന്ന് പറയുന്നത് പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. മോണിറ്റർ എന്താണ്? ഒരു പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് മോണിറ്റർ എന്നാണ്. മോണോക്രോം മോണിറ്റർ എന്ന് പറഞ്ഞാൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് മോണിറ്റർ ആണ്. മോണോക്രോം എന്ന് വെച്ചാൽ എന്താണ്? വൈറ്റ് ആൻഡ് ബ്ലാക്ക് മോണിറ്റർ ആണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണത്തെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമുക്കിനി അടുത്ത ചോദ്യം പഠിക്കാം. അടുത്ത ചോദ്യം, ഇൻ IT ആക്ട് 2000 വിച്ച് സെക്ഷൻ ഡീൽസ് ദ പനിഷ്മെന്റ് ഓഫ് സൈബർ ടെററിസം? സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ സെക്ഷൻ ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം സെക്ഷൻ 66F ആണ്. സെക്ഷൻ 66F സൈബർ ടെററിസം ആണ്. അപ്പോൾ സെക്ഷൻ 66 എന്തുവാണെന്ന് ചോദിച്ചാൽ ഹാക്കിംഗ് ആണ്. സെക്ഷൻ 66 എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹാക്കിംഗ് ആണ്. ഹാക്കിംഗ് ചെയ്യുന്ന ആളെ എന്താണ് പറയുന്നത്? ഹാക്കേഴ്സ് എന്നാണ്. ഹാക്കിംഗ് പ്രധാനമായിട്ടും 3 തരമാണ്. ഹാക്കിംഗ് പ്രധാനമായിട്ടും എത്ര തരമുണ്ട്? 3 തരം. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ആൻഡ് ഗ്രേ
ഹാറ്റ് ഹാക്കേഴ്സ്. അപ്പോൾ സെക്ഷൻ 66 എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഹാക്കിംഗ് ചെയ്യുന്ന ആളെ ഹാക്കേഴ്സ് എന്ന് പറയുന്നു. ഹാക്കേഴ്സ് പ്രധാനമായും 3 തരമാണുള്ളത്. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സും ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സും ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സും. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്താണെന്ന് വെച്ചാൽ നല്ല കാര്യത്തിന് ഹാക്കിംഗ് ചെയ്യുന്ന ആളുകളെ പറയുന്ന പേരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. നല്ല ആൾക്കാരെയാണ് എന്തെന്ന് പറയുന്നത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്താണെന്ന് വെച്ചാൽ ചീത്ത കാര്യങ്ങൾക്ക്, മോശമായ കാര്യങ്ങൾക്ക് ഹാക്ക് ചെയ്യുന്ന ആൾക്കാരെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്താണെന്ന് വെച്ചാൽ രണ്ടും ഒരുപോലെ തുല്യമായിട്ടുള്ളത് എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നല്ല കാര്യവും ചെയ്യും, ചില സമയങ്ങളിൽ മോശക്കാര്യവും ചെയ്യുന്ന ഹാക്കേഴ്സിനെ പറയുന്ന പേരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. അപ്പോൾ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 66. സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട സെക്ഷൻ 66F. സെക്ഷൻ 66A എന്തുമാണെന്ന് ചോദിച്ചാൽ സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ്, കുറ്റകരമായ രീതിയിലുള്ള മെസ്സേജുകൾ ആർക്കെങ്കിലും അയക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ആ ക്രൈമിന് ഉള്ള സെക്ഷനാണ് എന്തെന്ന് പറയുന്നത് സെക്ഷൻ 66A. നിലവിലില്ലാത്ത സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് സെക്ഷൻ 66A ആണ്. സെക്ഷൻ 66A എന്താണെന്ന് ചോദിച്ചാൽ സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ്. ഇപ്പോൾ നിലവിലില്ലാത്ത സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് സെക്ഷൻ 66A ആണ്. അടുത്ത സെക്ഷൻ 67A. സെക്ഷൻ 67A പോണോഗ്രഫിയാണ്. പോണോഗ്രഫി അശ്ലീലകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പബ്ലിഷ് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന ആ ക്രൈമിൽ ചുമത്തപ്പെടുന്ന ആ സെക്ഷനാണ് എന്തെന്ന് പറയുന്നത് സെക്ഷൻ 67A എന്ന് പറയുന്നത്. സെക്ഷൻ 67B എന്താണെന്ന് ചോദിച്ചാൽ ചൈൽഡ് പോണോഗ്രഫിയാണ്. ചൈൽഡ് പോണോഗ്രഫി കുട്ടികളുമായി ബന്ധപ്പെട്ട അശ്ലീല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്ന കുറ്റകൃത്യത്തിന് ചുമത്തപ്പെടുന്ന ആ സെക്ഷനാണ് എന്തെന്ന് പറയുന്നത് സെക്ഷൻ 67B. അപ്പോൾ സെക്ഷൻ 66 ഹാക്കിംഗ് ആണ്. സെക്ഷൻ 66F സൈബർ ടെററിസം ആണ്. സെക്ഷൻ 66A എന്താണെന്ന് ചോദിച്ചാൽ സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ്, കുറ്റകരമായ മെസ്സേജുകൾ അയക്കുന്നത് മൂലം ഉണ്ടാകുന്ന സെക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് സെക്ഷൻ 66A. ഇപ്പോൾ നിലവിലില്ലാത്ത സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാലും സെക്ഷൻ 66A ആണ്. 67A പോണോഗ്രഫിയും സെക്ഷൻ 67B ചൈൽഡ് പോണോഗ്രഫിയുമാണ്. ഓക്കെ, 5ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം. ഇവിടെ തന്നിരിക്കുന്നവയിൽ സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്ന സെക്ഷൻ 66A. ഇപ്പോൾ നിലവിലില്ലാത്ത സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാലും സെക്ഷൻ 66A ആണ്. 67A പോണോഗ്രഫിയും സെക്ഷൻ 67B ചൈൽഡ് പോണോഗ്രഫിയുമാണ്. ഓക്കെ, 5ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം. ഇവിടെ തന്നിരിക്കുന്നവയിൽ സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, CD, ഓൾ ഓഫ് ദീസ്. നമ്മൾ കഴിഞ്ഞ CPU പറഞ്ഞപ്പോൾ, CPUവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞപ്പോൾ കൺട്രോൾ യൂണിറ്റ്, ALU, മെമ്മറി യൂണിറ്റ് അതെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിൽ മെമ്മറിയെ പ്രധാനമായിട്ട് നമ്മൾ എത്രയായിട്ട് തിരിച്ചായിരുന്നു? 2ആയിട്ട് തിരിച്ചായിരുന്നു. പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും. പ്രൈമറി മെമ്മറിയിൽ പെടുന്ന റാമും റോമിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡറി മെമ്മറിയെ പറ്റിയാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സെക്കൻഡറി മെമ്മറി ഏതാണെന്നാണ് ചോദ്യം. ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, CD, ഓപ്ഷൻ D, ഓൾ ഓഫ് ദീസ്. ഈ തന്നിരിക്കുന്ന ഫ്ലോപ്പി ഡിസ്കും ഹാർഡ് ഡിസ്കും CDയും എന്തിനുദാഹരണമാണ്? സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓൾ ഓഫ് ദീസ് ആണ്. സ്ഥിരമായി PSC ചോദിക്കുന്ന സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണങ്ങളാണ് ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, CD. അതോടൊപ്പം ഒന്നുകൂടെ ഓർത്ത് വെക്കുക DVD. ഓക്കെ ആണല്ലോ. ഇനി ഓരോ മെമ്മറിയും പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫ്ലോപ്പി ഡിസ്ക്. ഫ്ലോപ്പി ഡിസ്ക് എന്നുള്ളത് ഒരു സെക്കൻഡറി മെമ്മറിയാണ്. സെക്കൻഡറി മെമ്മറിയുടെ മറ്റൊരു പേര് നമ്മൾ പഠിച്ചായിരുന്നു ഓക്സിലറി മെമ്മറി. ഫ്ലോപ്പി ഡിസ്ക് ഒരു സെക്കൻഡറി മെമ്മറിയാണ്.
സെക്കൻഡറി മെമ്മറി ആയതുകൊണ്ട് തന്നെ ഫ്ലോപ്പി ഡിസ്ക് ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. ഫ്ലോപ്പി ഡിസ്ക് എന്താണ്? ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. സെക്കൻഡറി മെമ്മറികൾ എല്ലാം നോൺ വോളറ്റൈലാണ് എന്ന് വെച്ചാൽ സ്ഥിരമായി വിവരങ്ങൾ സൂക്ഷിക്കാൻ പറ്റുന്ന മെമ്മറികളാണ് സെക്കൻഡറി മെമ്മറി. അപ്പോൾ ഫ്ലോപ്പി ഡിസ്ക് എന്താണ്? ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. ഫ്ലോപ്പി ഡിസ്ക് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അലൻ ഷുഗാർട്ട് ആണ്. ഫ്ലോപ്പി ഡിസ്ക് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അലൻ ഷുഗാർട്ട്. ആദ്യമായി കണ്ടെത്തിയ ഫ്ലോപ്പി ഡിസ്കിന്റെ സൈസ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? 3.5 ഇഞ്ചാണ്. ഫ്ലോപ്പി ഡിസ്ക് കണ്ടെത്തിയത് അലൻ ഷുഗാർട്ട്. അതിൻ്റെ സൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ 3.5 ഇഞ്ചാണ്. ആ 3.5 ഇഞ്ചുള്ള ഫ്ലോപ്പി ഡിസ്ക് പുറത്തിറക്കിയ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സോണിയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തിറക്കുന്ന ഫ്ലോപ്പി ഡിസ്കിൻ്റെ ഇഞ്ച് അല്ലെങ്കിൽ സൈസാണ് ഈ പറഞ്ഞിരിക്കുന്നത് 8 ഇഞ്ച്. ആദ്യമായി ഇറക്കിയ ഫ്ലോപ്പി ഡിസ്കിൻ്റെ സൈസ് 3.5ഉം എന്നാൽ ഇപ്പോൾ നിലവിലുള്ള ഫ്ലോപ്പി ഡിസ്കിൻ്റെ സൈസ് എന്താണെന്ന് ചോദിച്ചാൽ 8 ഇഞ്ചുമാണ്. ആദ്യത്തെ ഫ്ലോപ്പി ഡിസ്കിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ 1.44 MB ആണ്. ഫ്ലോപ്പി ഡിസ്കിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ 1.44 MB ആണ്. 8 ഇഞ്ചുള്ള ഫ്ലോപ്പി ഡിസ്ക് പുറത്തിറക്കിയ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? IBM ആണ്. 8 ഇഞ്ചുള്ള ഫ്ലോപ്പി ഡിസ്ക് പുറത്തിറക്കിയ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? IBM ആണ്. IBMന്റെ പൂർണ്ണരൂപം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്നാണ്. IBMന്റെ പൂർണ്ണരൂപം ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്നാണ്. അപ്പോൾ ഫ്ലോപ്പി ഡിസ്ക് ഒരു സെക്കൻഡറി മെമ്മറിയാണ്. ഫ്ലോപ്പി ഡിസ്ക് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അലൻ ഷുഗാർട്ട് ആണ്. അതിൻ്റെ സൈസ് 3.5 ആയിരുന്നു. അത് പുറത്തിറക്കിയ കമ്പനി സോണിയാണ്. ഫ്ലോപ്പി ഡിസ്കിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി 1.44 MB ആണ്. നിലവിലുള്ള ഫ്ലോപ്പി ഡിസ്കിൻ്റെ സൈസ് 8 ഇഞ്ചും അത് പുറത്തിറക്കിയ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ IBMുമാണ്. ഇനി നമ്മൾ പറയുന്നത് CD കോമ്പാക്റ്റ് ഡിസ്ക്. CD കണ്ടെത്തിയത് ജെയിംസ് ടി റസൽ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. CD കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജെയിംസ് ടി റസൽ ആണ്. CDയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ 700 MB ആണ്. CDയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ 700 MB ആണ്. CD ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അലൂമിനിയമാണ്. CD നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അലൂമിനിയമാണ്. അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി 700 MB ആണ്. CDയിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലേസർ ടെക്നോളജിയാണ്. ചോദിച്ചിട്ടുണ്ട്. CDയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലേസർ ടെക്നോളജിയാണ്. ലേസറിൻ്റെ പൂർണ്ണ രൂപം നോക്കിയേ. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ലേസറിൻ്റെ പൂർണ്ണ രൂപമാണ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെക്കൻഡറി മെമ്മറിയെ പറ്റിയാണ്. സെക്കൻഡറി മെമ്മറി ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. സ്ഥിരമായി ഡേറ്റകൾ സൂക്ഷിക്കാൻ പറ്റുന്ന മെമ്മറികളാണ് സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണമാണ് ഫ്ലോപ്പി ഡിസ്കും CDയും. ഇനി നമുക്ക് അടുത്ത സെക്കൻഡറി മെമ്മറി പഠിക്കാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്കൻഡറി മെമ്മറിയാണ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിൻ്റെ പഴയ പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? വിൻചെസ്റ്റർ എന്നാണ്. ഹാർഡ് ഡിസ്കിൻ്റെ പഴയ പേര് എന്താണ്? വിൻചെസ്റ്റർ ആണ്. ഹാർഡ് ഡിസ്കിൻ്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് റെവല്യൂഷൻ പെർ മിനിറ്റ്.
ഹാർഡ് ഡിസ്കിൻ്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റാണ് റെവല്യൂഷൻ പെർ മിനിറ്റ്. അപ്പോൾ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറി മെമ്മറിയാണ്, നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. വിവരങ്ങൾ സ്ഥിരമായി അതിൽ സൂക്ഷിച്ച് വയ്ക്കാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് DVD പറ്റിയാണ്. ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് എന്നും ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നും ഒക്കെ PSC ചോദിച്ചിട്ടുണ്ട്. DVD പൂർണ്ണ രൂപം എന്താണെന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് എന്നോ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നോ ഏതെങ്കിലും ഒന്ന് ഓപ്ഷനിൽ കാണും. അപ്പോൾ DVD പൂർണ്ണ രൂപം എന്താണ്? ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. DVD സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ 4.7 GB ആണ്. DVD സ്റ്റോറേജ് കപ്പാസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ 4.7 GB ആണ്. അതുപോലെ തന്നെ DVD സൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ 12 സെന്റിമീറ്റർ ആണ്. DVD സൈസ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? 12 സെന്റിമീറ്റർ ആണ്. ഹാർഡ് ഡിസ്ക്, DVD, ഫ്ലോപ്പി ഡിസ്ക് അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റ് സെക്കൻഡറി മെമ്മറികൾക്ക് ഉദാഹരണമാണ് പെൻഡ്രൈവും മെമ്മറി കാർഡും. അതിനോടൊപ്പം അതുകൂടെ ഒന്ന് കുറിച്ച് വെക്കുക. പെൻഡ്രൈവും മെമ്മറി കാർഡും എന്താണ്? സെക്കൻഡറി മെമ്മറികൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ PSC സെക്കൻഡറി മെമ്മറിയുമായി ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ 2 ക്ലാസ്സുകൾ കൊണ്ട് PSC ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെയാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോയത്. ക്ലാസ്സുകൾ അവസാനിക്കുകയാണ്. അതിനു മുമ്പായിട്ട് PSC ചോദിച്ചിട്ടുള്ളത് മാത്രം കുറച്ച് അബ്രിവേഷനാണ് പറയാൻ പോകുന്നത്. ക്ലാസ്സുകളിലൂടെ ചില ഷോർട്ട് ഫോമുകളൊക്കെ പറഞ്ഞിരുന്നു. അതല്ലാതെ മറ്റ് PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ഷോർട്ട് ഫോമുകളിലൂടെ പറഞ്ഞ് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്നാമത്തത് MICR. MICRൻ്റെ പൂർണ്ണ രൂപം മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. MICRൻ്റെ പൂർണ്ണ രൂപം മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ, അഥവാ റെക്കഗ്നിഷന് പകരം റീഡർ എന്ന് ചിലപ്പോൾ കാണാം. MICR മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. അടുത്ത നോക്കുക OMR ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. OMRൻ്റെ പൂർണ്ണ രൂപം ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. OCR ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. OCRൻ്റെ പൂർണ്ണ രൂപം ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. QR കോഡ്, അതിൽ QRൻ്റെ പൂർണ്ണ രൂപം ക്വിക്ക് റെസ്പോൺസ് എന്നാണ്. QRൻ്റെ പൂർണ്ണ രൂപമാണ് ക്വിക്ക് റെസ്പോൺസ് കോഡ്. FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. FTPയുടെ പൂർണ്ണ രൂപമാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. POPയുടെ പൂർണ്ണ രൂപമാണ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ. POPയുടെ പൂർണ്ണ രൂപം പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ. നമുക്കിനി മറ്റ് ചില അബ്രിവേഷനും കൂടെ നോക്കാം. അടുത്ത കുറച്ച് അബ്രിവേഷനാണ് HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. കോബോളിൻ്റെ പൂർണ്ണ രൂപമാണ് കോമൺ ബിസിനസ് ഓറിയന്റൽ ലാംഗ്വേജ്. കോബോളിൻ്റെ പൂർണ്ണ രൂപം കോമൺ ബിസിനസ് ഓറിയന്റൽ ലാംഗ്വേജ്. GUI ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. GUI ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. WWW വേൾഡ് വൈഡ് വെബ്. WWWൻ്റെ പൂർണ്ണ രൂപമാണ് വേൾഡ് വൈഡ് വെബ്. WWW 4 W. ഓക്കെ, വേൾഡ് വൈഡ് വെബ്. ലാസ്റ്റത്തെ W എന്തുവാണ്? വോം. വേൾഡ് വൈഡ് വെബ് വോം.
വൈഫൈയുടെ പൂർണ്ണ രൂപമാണ് വയർലെസ് ഫെഡിലിറ്റി. വൈഫൈയുടെ പൂർണ്ണ രൂപമാണ് വയർലെസ് ഫെഡിലിറ്റി. DNSന്റെ പൂർണ്ണ രൂപമാണ് ഡൊമെയിൻ നെയിം സിസ്റ്റം. DNSന്റെ പൂർണ്ണ രൂപം ഡൊമെയിൻ നെയിം സിസ്റ്റം. ഇനി കുറച്ച് അബ്രിവേഷനും കൂടെ നോക്കാം. അടുത്തത് LAN, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലാനിൻ്റെ പൂർണ്ണ രൂപമാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. വാനിൻ്റെ പൂർണ്ണ രൂപമാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വാനിൻ്റെ പൂർണ്ണ രൂപം വൈഡ് ഏരിയ നെറ്റ്വർക്ക്. മാനിൻ്റെ പൂർണ്ണ രൂപമാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മാനിൻ്റെ പൂർണ്ണ രൂപം മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ASCII, ASCII പൂർണ്ണ രൂപം അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ASCIIയുടെ പൂർണ്ണ രൂപമാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. വൈറസിൻ്റെ പൂർണ്ണ രൂപമാണ് വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ്. വൈറസിൻ്റെ പൂർണ്ണ രൂപം വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ്. അപ്പോൾ IT-യുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ചർച്ച ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു. എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. നന്ദി.